മീൻ അടിച്ചിട്ടുണ്ട്. അടിച്ച് 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 ഇതില് ഫോളയാണേ. അത് മീൻ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മീൻ വരുന്നുണ്ട്. മോനെ മോസ്റ്റർ ഫസ്റ്റ് വരാലോ. നാടനാന്ന് തോന്നുന്നു. അടിപൊളി. മോനെ കഴിച്ചുണ്ട്. ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. മോൺസ്റ്റർ. കാണിച്ചു തരാം. ബ്രാവോടെ മോൺസ്റ്റർ അടിച്ച മീൻ കേട്ടോ. വോയിസുണ്ട്. ബ്രാവോടെ മോൺസ്റ്റർ അടിച്ച മീനാണ്. ഫസ്റ്റ് വരാല്ലേ അവിടെ മോൺസ്റ്റർ ഇരിക്കുന്നുണ്ട്. നല്ല കിടുക്കുന്ന ആക്ഷനുള്ള ഫ്ലോ ആണ്. അവിടെ ഇരിക്കുന്ന റെഡാണ് കേട്ടോ. അടിപൊളി. നാടനാട്ടോ. ടിക്ക നാടൻ പോലെ കേട്ടോ. ഇപ്പം പൊളി ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഗൈസ്, ഞങ്ങൾ കാടൊക്കെ തെളിച്ചാണ് ഞങ്ങൾ സൈറ്റിലോട്ട് പോകുന്നത്. രാവിലെ തന്നെ ശോകമാണല്ലോ. സൈറ്റ് പഴയ സൈറ്റാണ്. ഉടനെ മൂടി വെച്ചാൽ കയറി പോവാം. കുരുവിക്കൂട പോട്ടെ. കുരുവി ഓടുണ്ട് കേട്ടോ. അടയ്ക്കാക്കുരുവി. ഗായ്സ്, കുരുവി ഞങ്ങളോട് ക്ഷമിക്കുക. വഴിയില്ല ഞങ്ങൾക്ക്. കുരുവിക്കൂടെ ഉണ്ട്. നേരെ അങ്ങ് പോകും. ആ താരക്കൂടെ അങ്ങ് പോടാ. അങ്ങനെ പോട്ടെ. ഗൈസ്, താമര നിൽക്കുന്നുണ്ടോ? നീ അടിപൊളിയാട്ടോ. ഈ വെള്ളത്തിന് കയറി വന്നാട്ടോ. ഇവിടെയൊക്കെ മീനുണ്ട് ഗൈസ്. നമുക്കിവിടെ എറിഞ്ഞെറിഞ്ഞ് പോകാം. ഇവിടെ കുഴിയുണ്ടേ. എന്തായാലും എറിഞ്ഞുകൊണ്ടിരിക്കുക. മീൻ കാണാതിരിക്കത്തില്ല. ഉറപ്പായിട്ടും മീൻ കാണും. ഇവിടെ ഇപ്പം ആരും അങ്ങനെ വരുന്നില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് മീൻ കിട്ടാറുണ്ട്. മേളിലൊരു അനക്കം. അടിച്ച് അയ്യോ വിട്ടുപോയി.
സെക്കൻഡ് സാധനം പോയി ഗൈസ്. നല്ലൊരു അടിയായിരുന്നു കേട്ടോ, അത് പോയി. ഷിറ്റ്. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ മീൻ മിസ്സായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഇവിടെ മീനുണ്ടെന്ന്. ഗൈസ് അപ്പം അവിടെ പഴയ സൈറ്റിലോട്ട് പോവാണ്. തെണ്ടോടെ ഇവിടെ മൊത്തം ആള് പുളിയായല്ലേ. യോ യോ ഈ പന്നിയെല്ലാം ചാടി നാശമായി. അയ്യേ ഇവിടെ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സൈറ്റിലോട്ട് വന്നിരിക്കുകയാണ്. വിളിച്ചപ്പോൾ ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ. നമ്മളെ പലകയൊക്കെ ഇവിടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. പലക ഉണ്ടെങ്കിൽ പൊളിയ. ചപ്പെല്ലാം പോയി. പലക 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 ഇവിടെ എവിടെയാണ്? ആ ഗൈസ് പലക കിട്ടി. പലക ഇവിടെ ഉണ്ട്. അതേ തന്നെ കയറി ഇങ്ങനെ നിൽക്കുക. യെസ്, നമുക്കിവിടെ നിൽക്കാം. മുട്ടൻ വെയിൽ അടിച്ചു അടിച്ച് അടിച്ച് മോസ്റ്റർ മാത്രമേ കയറി വന്നില്ല. ഇതിലോട്ട് മോസ്റ്റർ വേണ്ടേ മോനെ. മോസ്റ്ററിനകത്ത് നമ്മുടെ രണ്ടാമത്തെ മീൻ. ഓക്കെ, കൊല്ലി നോക്കട്ടെ കേട്ടോ. കൊല്ലി ടാസ്കി കിടക്കുവാണ് ഗൈസ്. കൊല്ലിയൊക്കെ ഇട്ടഴിച്ചു. മീനെ എടുക്കണം. യെസ്, മീനെല്ലാം കറിക്കുന്നിട്ട് കാണിക്കുക വിശദമായിട്ട്. മോൺസ്റ്റർ കണ്ടോ ഹുക്കിരിക്കുന്നുണ്ട്. രണ്ടും അടിച്ചകത്ത് കയറി. നാടൻ വരല്ല കേട്ടോ, നമ്മൾ ആദ്യം പിടിച്ചതിനേക്കാൾ ചെറുതാണ്. ഓക്കെ സെറ്റ്. ഇതാണ് നമ്മുടെ ഫ്രോഗ് മോൺസ്റ്റർ. ഉണ്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ എയറോഡൈനാമിക്കാണ് അതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. നല്ല ലോങ് കാസ്റ്റിങ് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. നല്ല അടിപൊളി ഹുക്കപ്പ് റേഷ്യുള്ള ഫ്രോഗ് കേട്ടോ. ഇതുണ്ടോ, നല്ല ക്ലിയർ ഹുക്കപ്പ് റേഷ്യുള്ള ഫ്രോഗാണ്, കുഴപ്പമില്ല. ട്രൈ നോക്കാം നെക്സ്റ്റ്. ഗൈസ് കുറച്ച് നമ്മൾ മേപ്പോട്ട് കയറി വന്നു കേട്ടോ. ഞാൻ സെക്ഷനിൽ കാണാൻ മീനടി. അയ്യോ മിസ് മീനടിക്കാന്ന് പറഞ്ഞോളൂ. മിസ്സായി ഗൈസ്, മിസ്. ഇങ്ങോട്ടൊന്ന് ഫസ്റ്റ് കാസ്റ്റ് ഞാൻ മീനടിച്ച് മിസ്സായിപ്പോയി. ശേ, അത് നമ്മുടെ മിസ്റ്റേക്ക് കേട്ടോ. നമ്മുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ലോങ്ങില്ല അത് കാസ്റ്റ് ചെയ്ത് വിട്ട്. അതപ്പം ഞാൻ ഓർത്ത് മീൻ അത് എടുത്തെന്ന് ഫ്രോഗ് നല്ലപോലെ. മീൻ എടുത്തില്ലായിരുന്നു ഗൈസ്. ഇനി നമുക്കത് പറ്റത്തില്ല. ഊഫ്, ഓണ്ട ചപ്പനകത്ത് മീനടിക്കാൻ സൗണ്ട് കേട്ടോ. ഓയ്യോ, അടുത്ത മീൻ മോൺസ്റ്റർ. കിട്ടി മോൺസ്റ്റർ തകർത്തോണ്ടിരിക്കുക കേട്ടോ. അതെ, കുഴപ്പമില്ലാത്ത സൈസ് നാടന കേട്ടോ. മൂന്നാമത്തെ പനിയോടെ ചോദിക്കുന്നു എത്ര കിട്ടി. മൂന്നത്തെ കൊച്ചല്ലേ, അവനെ ഇറക്കാൻ പറ്റത്തില്ല ചള്ളക്കകത്ത്. ചള്ള മാത്രമല്ല, ഇവിടെ ചണ്ടിയുടെ മണ്ടയ്ക്ക് ഇവിടെ ഇറക്കണ്ടേ, അത് വേണ്ട. അപ്പോൾ കറിക്ക് എന്നിട്ട് വിശദമായിട്ട് മീനെ കാണിച്ചു തരാം. നമ്മുടെ മൂന്നാമത്തെ മീൻ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നാക്കേ കൂടെ ഹുക്കെല്ലാം കയറുന്നു കേട്ടോ. എടുക്കാൻ ഇച്ചിരി പാടാ. നമുക്ക് ആദ്യം മീൻ അടിച്ചില്ല, അവിടോട്ട് നിറഞ്ഞു നോക്കാം. ഓക്കെ, അവനെ കിട്ടുമോ നോക്കാം. കുഴപ്പമില്ലാത്ത ഒരുത്തനായിരുന്നു മീനടി. വിട്ടുപോയി, ഞാൻ പറഞ്ഞില്ല അവിടെ മീനുണ്ടായിരുന്നു, വിട്ടുപോയി.
അത് ചെറുതാണെന്ന് തോന്നുന്നു കേട്ടോ അടിച്ചത്, തീരെ ചെറുതാണ് അടിച്ചത്. ആ സ്പിന്നറിട്ട് അടിച്ച്, അത് കിട്ടിയില്ല. നെക്സ്റ്റ് ഗൈസ്, ഫോണിൻ്റെ ചാർജ് തീരാറായി, 50% കൂടെ ഉള്ളൂ. അടിച്ചില്ല, ഒരെണ്ണം ഫോളോ ഉണ്ടായിരുന്നു, അടിച്ചില്ല ഗൈസ്, അടിച്ചില്ല. തൊട്ട് കീഴാണ് ഫോളോ, അടിച്ചില്ല കേട്ടോ അത്. നല്ലൊരു ഫോളായിരുന്നു. അടി നാലാമത്തെ. നാലാമത്തെ മോൺസ്റ്റർ. നാലാമത്തെ വരാലി, നാലാമത്തെ എന്തോന്നീ അടിക്കുന്നത്. അത് മിസ്സാണ് ആ സൈഡിൽ നിന്ന് കേട്ടോ, തീരെ പൊടി സ്പിന്നറിനിട്ട് അടിക്കുന്നതെന്ന് തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോളോയാണേ. അത് കയറി. അഞ്ചാമത്തെ മോൺസ്റ്റർ ഒരു മോൺസ്റ്റർ തന്നെ. അഞ്ചാമത്തെ വരാല് കിടക്കുക, നല്ലൊരു വിഴുങ്ങി കേട്ടോ. കിട്ടി പൈസണ്ടേ. മോൺസ്റ്റർ നമ്മുടെ അഞ്ചാമത്തെ വരാല് കേട്ടോ. അഞ്ചാമത്തെ വരാല് ഇപ്പം പണി ഒന്ന് പോയേനെ, പിടിച്ചിട്ടിപ്പോൾ കളഞ്ഞേനല്ലടാ, കൈ കീറി ഗൈസ്. വല്ല കൊണ്ടിട്ടെ ഏറ്റവും വെയില. അഞ്ചെണ്ണത്തെ കിട്ടി, കരയ്ക്ക് എന്നിട്ട് കാണിക്കാം. അയ്യോ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ ബ്രാവോയുടെ മോൺസ്റ്റർ വെച്ച് പിടിച്ച മീനാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല കിടുക്കൻ ഫ്ലോ ആണ്, റെഡ് കളർ, നല്ല എയറോഡൈനാമിക് കേട്ടോ. ഡിസൈനൊക്കെ നല്ല പടക്ക് ഡിസൈനാണ്, നല്ല ഹുക്ക് ബ്രഷ് ഉണ്ട്. ഇത് സ്ലിമ്മാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത്, അതുകൊണ്ട് മീനടിച്ച 2 ഹുക്കും വായിക്കാത്തതാണ് കേട്ടോ. അപ്പം ഇത് വെച്ച് പിടിച്ച മീനെ ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു 5 വരാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ വരാൽ കേട്ടോ. സൈസ് വരാൽ, നാടനാണ് കേട്ടോ. ബാക്കിയെല്ലാം ഇടത്തരം സൈസ് വരാലാണ്, കുഴപ്പമില്ല സൈസ് വരാലോ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വെട്ടിച്ചിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും. ബൈ.